ഹായ് ഫ്രണ്ട്സ്, അനിയുടെയും മന്തുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇത്രയും നാളും ദേവയാനി ജലജയിൽ നിന്ന് മറച്ചുവെച്ച ആ വലിയ സത്യം ദേവയാനി അവസാനം ജലജയോട് പറയുകയാണ്. ഇത് കേട്ട് ആകെപ്പാടെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജ. നവിയുടെ ജീവിതം ഓർത്തോണ്ട് തന്നെ ദേവയാനി ഈ സത്യങ്ങളൊക്കെ പറയാതിരിക്കുകയായിരുന്നല്ലോ. എന്നാൽ അവസരം കിട്ടുമ്പോഴൊക്കെ അതൊക്കെ മുതലാക്കാൻ നമ്മുടെ ജലജ അബിയൊക്കെ മിടുക്കരാണല്ലോ. നവിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അബിയും ജലജയൊക്കെ കളിക്കുന്ന കളികളെല്ലാം ദേവയാനി മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം ഗൾഫിൽ നിന്ന് ആദർശിന്റെ വിളിയൊന്നും വരാത്തത് കൊണ്ട് തന്നെ ആദർശിന് എന്തെങ്കിലും അപകടം സംഭവിച്ച് അവനെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നില്ലെങ്കിലും കുഴപ്പമില്ല. തന്നെയുമല്ല, നവ്യായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ജലജ കൂടെ പറയുന്നുണ്ട് നയനയുടെ വയറ്റിലുള്ള ആ കുഞ്ഞും കൂടി ഇല്ലാതെ പോകണമെന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോഴേക്കും ദേവയാനിക്ക് ആകെ ദേഷ്യം വന്നിട്ട് തന്നെ ജലജയോട് ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. ചന്തുമോള് അബിക്കുണ്ടായ കുട്ടിയാണെന്നുള്ള വിവരം അറിയുന്നതോടുകൂടി തന്നെ ജലജ ആകെപ്പാടെ തകർന്നു പോകുന്നുണ്ട്. ഇത്രയും കാലം ആദർശിനെയാണല്ലോ കുറ്റം പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നത്. പുറമെ മാന്യത നടിച്ച് നടക്കുന്നുണ്ടെങ്കിലും ആദർശിന്റെ കയ്യിലിരിപ്പ് ഇതാണെന്നും വളരെ മോശമായ സ്വഭാവമാണെന്നും ഒരു പെണ്ണിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയിട്ട് അവനിങ്ങനെ ഞെളിഞ്ഞു നടക്കുന്നതെന്നൊക്കെയുള്ളതും നമ്മുടെ ജലജ കൂടെ പറയാറുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഏതു നേരവും എപ്പോഴും ആദർശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ജലജയുടെ തല തന്നെ താഴ്ന്നു പോവുകയാണ്. അങ്ങനെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് അബിയെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ തന്നെ ജലജ ഇരിക്കുകയാണ്. ആ നേരത്തേക്ക് തന്നെ അബി അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും ജലജയുടെ ദേഷ്യം മുഴുവൻ അബിയോട് തീർക്കുന്നുണ്ട്. ഇനിയിപ്പം ചന്തുമോളെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയാൻ നവ്യ മാത്രം ബാക്കിയുള്ളൂ. ജലജയുടെ ചോദ്യങ്ങൾക്ക് മുമ്പ് അബിക്ക് ഉത്തരം മുട്ടുകയാണ്. അവസാനം നടന്ന സംഭവങ്ങളെല്ലാം അബി ജലജയോട് പറയുന്നുണ്ട്. അബിയുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ മനസ്സിലാക്കുന്ന ജലജയ്ക്ക് നിയന്ത്രണം വിട്ടിട്ട് അബിയെ പൊതുരെ തല്ലുകയാണ്. അവനെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കൊല്ലാനുള്ള ദേഷ്യം തന്നെ നമ്മുടെ ജലജയ്ക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ ജലജ അവനെ ഭിത്തിയോട് ചേർത്ത് വെച്ച് കഴുത്തിന് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ആബി ജലജയുടെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് ജലജയെ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അമ്മേ, ഇത് ഇപ്പോഴെങ്കിലും നടന്ന സംഭവമല്ല. ഇത് 5-6 വർഷം മുമ്പ് സംഭവിച്ചു പോയ ഒരു അബദ്ധമാ. അമ്മയ്ക്ക് അറിയാമല്ലോ, അന്ന് ഞാൻ ഇച്ചിരി ഇതായിട്ട് നടക്കുന്ന സമയമായിരുന്നല്ലോ. അന്ന് കുറച്ച് പെൺപിള്ളേരുമായിട്ട് എനിക്ക് കണക്ഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കണക്ഷൻ തന്നെയായിരുന്നു എനിക്ക് ഇവളോടും ഉണ്ടായിരുന്നത്. പക്ഷേ ഇവൾ ഒറ്റൊരുത്തി കാരണമാണ് ഞാനിങ്ങനെ കുടുങ്ങിപ്പോയത്. പക്ഷേ ബാക്കി എല്ലാവരെയും ഞാൻ കാശ് കൊടുത്ത് സെറ്റാക്കിയിരുന്നു. ഇവൾ മാത്രം വന്ന് കാശ് മേടിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ടെന്നുള്ള കാര്യം. ഞാനത് അബോർട്ട് ചെയ്യാൻ അവളോട് പറഞ്ഞിരുന്നു. അവൾ അബോർട്ട് ചെയ്ത് കാണുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അതിങ്ങനെ ഒരു ദുരന്തമായിട്ട് എൻ്റെ മുമ്പിൽ വരുമെന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും കരുതിയില്ലെന്നൊക്കെ തന്നെ പറയുകയാണ്. അതിനിടയിൽ അവൾ ഗൾഫിൽ പോവുകയും ചെയ്തു. പിന്നെ അവളുടെ ഒരു വിവരവും ഇല്ലായിരുന്നു. പിന്നെ അവൾക്ക് എന്തോ അസുഖം വന്നപ്പോഴാണ് അവൾ തിരിച്ച് നാട്ടിലോട്ട് വന്നത്. അവൾ നാട്ടിൽ വന്നപ്പോൾ മുതൽ എൻ്റെ കഷ്ടകാലവും തുടങ്ങി. ആ കൊച്ചിനെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അവൾ കുറേ എന്നെ ബുദ്ധിമുട്ടിച്ചു. അവസാനം ഞാൻ അവളെ കൊല്ലാൻ വരെ നോക്കി. അതിൽ നിന്നും അവൾ രക്ഷപ്പെട്ടു. തലനാരിഴയ്ക്കാണ് അവൾ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നത്. ഇപ്പം എല്ലാവരുടെ മുമ്പിൽ വീണ്ടും ഞാൻ തലകുനിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി. എനിക്കറിയാം നവ്യയ്ക്ക് മാത്രമുള്ളൂ ഇതിപ്പോൾ അറിയാത്തത്. അവളും കൂടെ അറിഞ്ഞാൽ എന്താകുമെന്നുള്ളത് അമ്മയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരോട് വഴക്കിന് പോകണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞെന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, തീർന്നു, എല്ലാം തീർന്നു. ഇത്രയും നാളും ദേവയാനി നയനയും എല്ലാവരും കൂടി എന്നെ ഓരോന്നൊക്കെ കുത്തി പറയുമ്പോഴും എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു, നീയാണോ ഇനി ആ ചന്തുമോളുടെ അച്ഛനെന്നുള്ള കാര്യത്തിൽ. അതിപ്പോൾ ഏതാണ്ട് ഉറപ്പായി അല്ലേടാ എന്നിങ്ങനെ ചോദിക്കാട്ടോ നമ്മുടെ ജലജ. അബി ആ സമയത്ത് ജലജയോട് കുറേയധികം ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ജലജയുടെ കലിപ്പ് അങ്ങോട്ട് അടങ്ങുന്നില്ല. ജലജ പറയുന്നുണ്ട്, നീ ഇതിന് ക്ഷമ ചോദിച്ചിട്ട് എന്ത് കാര്യം? എല്ലാം നീ കളഞ്ഞു കുടിച്ചില്ലേടാ. ഇനിയിപ്പോൾ ഈ തറവാട്ടില് നിന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ ഈ സത്യം അറിയാൻ ബാക്കി. അവൾ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താ നിനക്കറിയാമല്ലോ. അവൾ നിന്നെ കൊന്നു കൊല വിളിക്കും. അതിനുപോലും മടിയില്ലാത്തവളാ അവള്. ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഈ സത്യങ്ങളൊക്കെ അറിയാമായിരുന്നു. ഒരു പൊട്ടിയെ പോലെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ നിനക്ക് വേണ്ടി വാദിച്ചു നടക്കുകയായിരുന്നു. ഇപ്പൊ എല്ലാം അവസാനിച്ചില്ലേടാന്നൊക്കെ തന്നെ ചോദിക്കാട്ടെ ജലജ. അബി പറയുന്നുണ്ട്, അമ്മേ, ഞാൻ പറഞ്ഞല്ലോ അത് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയതാ. ഈ പേരും പറഞ്ഞ അമ്മായിയും ദേവയാനിയും ആദർശവും ഒക്കെ എന്നെ ടാർഗറ്റ് ചെയ്യുന്നതും എന്നോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ചൂഷണം ചെയ്യുന്നതും. എന്തായാലും നവ്യ ഇക്കാര്യം അറിഞ്ഞാൽ അതോടുകൂടി എൻ്റെ ജീവിതം തീർന്നു, അവസാനിച്ചു എല്ലാം എന്നൊക്കെ തന്നെ പറയുക. നവ്യ ഈ സത്യങ്ങളൊക്കെ അറിയാതിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ജീവിച്ചു പോകുന്നത്. അവൾ ഈ സത്യങ്ങളൊക്കെ അറിയുന്ന നിമിഷം എന്നെ ഈ വീട്ടിൽ നിന്ന് അവരെല്ലാവരോടും അടിച്ച് പുറത്താക്കും അമ്മേ. അതെനിക്ക് ഉറപ്പാ. കാരണം നവ്യ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവരിപ്പോൾ ഈ സത്യങ്ങളൊക്കെ മൂടിമറിച്ച് നടക്കുന്നത്. എന്തായാലും എല്ലാം കൈവിട്ടു പോയ അവസ്ഥയാണല്ലോ അമ്മേ എന്നൊക്കെ തന്നെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ അബി. എന്നിട്ട് അബി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഓരോ പ്രാവശ്യം അവരുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴും സംയമനം പാലിച്ച് മുന്നോട്ട് പോകണമെന്ന് പറയുന്നത്. അവരെ ചൂട് പിടിപ്പിച്ചാൽ അത് എനിക്ക് തന്നെ അമ്മയെ ദോഷം ചെയ്യുന്നത്. പിന്നെ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. വേണമെങ്കിൽ എന്നെ വീണ്ടും അവർ ജയിലിൽ കയറ്റാനും മടിക്കത്തില്ല എന്നൊക്കെ നമ്മുടെ അബി പറയുകയാണ്. ജലജ എന്നിട്ട് പറയുന്നുണ്ട്, നിന്നോട് എനിക്ക് ക്ഷമിക്കാനാവില്ലടാ. നീ കാരണം ഞാൻ എത്ര നാണം കിട്ടത്. ഇനിയിപ്പോൾ അവളുമാർക്കൊക്കെ എന്നെ കൊട്ടാൻ ഒരു കാരണമായല്ലോ. അതിനായിട്ട് നീ എനിക്ക് നല്ലൊരു കാരണം തന്നെ കൊണ്ട് തലേ വെച്ച് തന്നില്ലേ. എന്തൊരു ഗതികെട്ട അമ്മയാണ് ഞാനെന്നാ ഇപ്പം ഞാൻ ഓർക്കുന്നത്. എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവൾ എന്നെ തല്ലിയപ്പോഴും അവളുടെ മുമ്പിൽ ഞാൻ ചൂളിപ്പോയി നിൽക്കുക ചെയ്തത്. എന്നാലും നീ കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലടാന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ജലജയുടെ കലി മുഴുവൻ അബിയുടെ നേർക്ക് തീർക്കുകയാണ്. അബി പറയുന്നുണ്ട്, അമ്മേ, ഇതിനെല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു ശിക്ഷ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്.
ഗൾഫിലെ ബിസിനസ് നടക്കാനെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഒരുത്തൻ പോയില്ലേ? അവന്റെ ഒരു വിവരവും ഇല്ലല്ലോ. അവനിപ്പോൾ എവിടെയാന്ന് പോലും ആർക്കും അറിയില്ല. എന്നാൽ അവൻ എവിടെയാന്ന് എനിക്കറിയാം. അവനിപ്പോൾ ദുബായിലെ ജയിലിലാണ്. ഞാൻ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന കെണിയിൽ അവൻ വീണു കഴിഞ്ഞു അമ്മേ. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഒരു കോള് വരും എനിക്ക്, അവൻ ജയിലിലാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോള്. ഇതിനെല്ലാം കൂടെ ചേർത്തുള്ള ഒരു തിരിച്ചടിയാ അവൻ അവിടെ കിട്ടാൻ പോകുന്നെന്നൊക്കെ അഭി പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ഇനി അവനിട്ട് എന്ത് കിട്ടിയാലും എനിക്ക് എന്താടാ കാര്യം? ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നിന്റെ കുട്ടി നിന്റെ അല്ലാതെ ആയില്ലല്ലോ. ആ ചന്തുമോള് നിന്റെ കുഞ്ഞ് തന്നെയല്ലേ. ആദർശ് നയനയും കൂടെ അവരുടെ കുട്ടിയാന്ന് പറഞ്ഞ ആ കൊച്ചിനെ ഏറ്റെടുത്ത് വളർത്തുകയല്ലേ ചെയ്യുന്നത്. അതിന്റെ സ്വന്തം അച്ഛൻ നീ തന്നെ അല്ലേടാ. ഇതെങ്ങാനും നവ്യ അറിഞ്ഞാലുള്ള അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്ക്. അന്ന് അവൾ നിന്റെ കഥ കഴിക്കും. നിനക്ക് വേണ്ടി മാത്രമാ അവളിപ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവരോടും മത്സരിച്ച് നിൽക്കുന്നത്. അവളുടെ സ്വന്തം അനിയത്തിമാരോട് പോലും അവൾ ഇത്രത്തോളം വെറുപ്പ് കാണിക്കുന്നതും അവളുമാരോട് മത്സരിക്കുന്നതിനും എല്ലാം കാരണക്കാരൻ നീ ഒറ്റൊരുത്തനാ. ഈ വീട്ടിൽ ഇതുപോലെ ഒരു കുടുംബകലഹം സൃഷ്ടിക്കുന്നതും നിന്നെ ന്യായീകരിച്ച് എപ്പോഴും കൂടെ നിൽക്കുന്നതും നമ്മുടെ എതിരാളികളായ ജോലികൾക്ക് വേണ്ടിയിട്ട് പരസ്യം ചെയ്യുന്നതും മോശമായ വസ്ത്രം ധരിച്ച് അച്ഛനെയും അമ്മയൊക്കെ വെല്ലുവിളിച്ച് നടക്കുന്നതൊക്കെ എല്ലാം അവൾ നിനക്ക് വേണ്ടിയിട്ടാടാ ചെയ്യുന്നത്. എന്നാൽ നീ അവളെ ചതിക്കുകയാണെന്ന് അവൾ അറിഞ്ഞാലോ? നിന്റെ കുഞ്ഞാണ് ചന്തുമോളെന്നുള്ള കാര്യം അവൾ അറിഞ്ഞാലോ? നീ ഒരു പെരുങ്കള്ളനാണെന്നൊക്കെ അവൾ തിരിച്ചറിയുന്ന നിമിഷം അത് നീ ഒന്ന് ഓർത്തു നോക്ക്. അവൾ തന്നെ നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുമെന്നല്ല, അവൾ നിന്നെ തല്ലിക്കൊല്ലാനും മടിക്കില്ലടാ. മറ്റുള്ളവളുമാരെ പോലൊന്നും അല്ല നവ്യ. നിന്റെ ഭാര്യയ്ക്ക് അതിനുള്ള തൻ്റെ ഇടമുണ്ട്. ആരോട് എന്ത് പറയാനും പ്രവർത്തിക്കാനും അവൾക്ക് കഴിയും. അതുകൊണ്ട് നീ അവളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എന്നിട്ട് കരഞ്ഞോണ്ട് തന്നെ നമ്മുടെ ജലജ പറയുന്നുണ്ട്, നിന്റെ അനിയത്തി ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരും. മാന്യമായിട്ട് അവളുടെ കല്യാണം നടത്തണം. എനിക്ക് കിടക്കാൻ ഒരിടം വേണം. ഇനിയിപ്പോ നിന്റെ കൂട്ടത്തിൽ എന്നെയും കൂടെ ഇറക്കി വിട്ടാ എന്ത് ചെയ്യൂടാ ഞാൻ? ഈ വയസ്സാം കാലത്ത് എവിടെ പോയി കിടക്കൂടാ ഞാൻ? വീണ്ടും എന്നെ തെരുവിലോട്ട് ഇറക്കാനാണോ നിന്റെ ഉദ്ദേശം? നിന്റെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അതും ഇനിയിപ്പം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു തെറ്റ് സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും ഓർത്തില്ല അബി എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഇരുന്ന് കരയുകയാണ് കേട്ടോ ജലജ. അമ്മ വിഷമിക്കണ്ട. ഈ സത്യം എന്തായാലും അവർ നവ്യോട് പറയാൻ പോകുന്നില്ല. നവ്യോട് പറഞ്ഞാലും നവ്യ അത് അത്ര പെട്ടെന്നൊന്നും അംഗീകരിക്കത്തുമില്ല. ഞാൻ നവ്യോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നിന്നെയും എന്നെയും തെറ്റിക്കാനായിട്ട് ഇതുപോലുള്ള ഓരോ കള്ളക്കഥകളുമായിട്ട് എല്ലാവരും വരും. അതൊന്നും കേട്ട് വിശ്വസിക്കാൻ നീ നിൽക്കരുതെന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാലും അവൾ അങ്ങനെ വിശ്വസിക്കുകയൊന്നും ഇല്ലമ്മേ. എനിക്കറിയാം അവളെ. അതുകൊണ്ട് അമ്മ അക്കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ നയനെ ആദർശം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. 1-2 പ്രാവശ്യം അവളോട് ഇക്കാര്യം സൂചിപ്പിക്കാൻ ചെന്നപ്പോഴൊക്കെ അവളുടെ പ്രതികരണം വളരെ മോശമായിരുന്നു എന്ന്. എന്താന്ന് വെച്ചാൽ ആദർശന്റെ സ്ഥാനത്ത് ഞാനാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് അവൾ അറിഞ്ഞാൽ അവൾ അറിയുകയാണെങ്കിൽ ആ നിമിഷം തന്നെ അവൾ എന്നെയും കൊല്ലും, അവളും ചാകും, ആ കുഞ്ഞിനെയും കൊല്ലും എന്നൊക്കെ അവൾ പറഞ്ഞേക്കുന്നത്. അങ്ങനെ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ അവൾ മടി കാണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ സത്യങ്ങളൊക്കെ മൂടിമറച്ച് വെക്കാനേ നോക്കുകയുള്ളൂ. എന്തായാലും നവിക്ക് മുമ്പിൽ ഈ സത്യങ്ങളൊന്നും അവർ തുറന്നു പറയില്ല. അത് എൻ്റെയും അവളുടെയും കുഞ്ഞിൻ്റെയും ജീവൻ ആപത്താണെന്നുള്ളതൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് എന്തായാലും അവർ അങ്ങനെ ഒരു സാഹസ്യത്തിന് മുതിരില്ലെന്നൊക്കെ തന്നെ നമ്മുടെ അഭി പറയുന്നുണ്ട്. അപ്പോഴും ജലജയ്ക്ക് ഒരു സമാധാനവും ഇല്ല കേട്ടോ. ജലജ പറയുന്നുണ്ട്, അങ്ങനെ നടന്നാൽ കുഴപ്പമില്ല, പക്ഷെ നേരെ തിരിച്ചാണെങ്കിലോ? അവൾ അവരോടൊപ്പം ചേർന്ന് നിന്നെ എന്നെയും ഈ വീട്ടിൽ നിന്ന് പുറത്താകെ എന്ത് ചെയ്യും? അന്നേരവും നമ്മൾ തെരുവിലോട്ട് ഇറങ്ങേണ്ടി വരില്ലേ? അതിലും ഭേദം വല്ല വണ്ടിക്കും തല വെച്ച് ചാകുന്ന നല്ലത്. ഇതുപോലെ ഇനി നാണം കെട്ട് ജീവിക്കേണ്ടി വരില്ലല്ലോ എന്നൊക്കെ തന്നെ നമ്മുടെ ജലജ പറയുകയാണ്. അമ്മ വിഷമിക്കാതിരിക്കമ്മേ. അമ്മയുടെ കരണത്തടിച്ചില്ലേ അവര്? അമ്മയുടെ കരണത്തടിച്ചിട്ട് അവരങ്ങനെ സന്തോഷത്തോടൊന്നും ഇരിക്കില്ല. അമ്മ നോക്കിക്കോ, സ്വന്തം മോന്റെ കാര്യം ഓർത്ത് അവരിനി നീറി പുകയാൻ പോകുന്നതേ ഉള്ളൂ. ആദർശ് ദുബായ് ജയിലിലാന്നറിയുമ്പോഴേക്കേ ഇവിടുത്തെ കാരണവരടക്കം പലരുടെയും കണ്ണ് കലങ്ങും, മനസ്സ് വേദനിക്കും. നീറി അവർ കരയുന്ന കാണാം. അത് കണ്ടിട്ടെങ്കിലും നമുക്ക് സന്തോഷിക്കാമേ എന്നൊക്കെ തന്നെ അഭി ജലജയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ നിയമങ്ങളൊന്നുമല്ല അവിടെ ജയിലിനകത്ത് പോയാലേ അവിടെ നിന്ന് ഇറങ്ങാൻ കുറേയധികം സമയമെടുക്കും. അതിനുള്ളിൽ തന്നെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞങ്ങ് ഇല്ലാതായിക്കോളും. പിന്നെ ചന്തമോളുടെ കാര്യമല്ലേ, അത് നമുക്ക് ശരിയാക്കാമേ. അമ്മ ടെൻഷൻ അടിക്കണ്ട. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ആ പീറ കൊച്ചിനെ ഇല്ലാതാക്കാനാണോ എനിക്ക് കഴിയാത്തത്? ഒരവസരം കിട്ടിയാൽ അതിന്റെ കാര്യം ഞാൻ തന്നെ നേരെയാക്കിക്കോളാം. അമ്മ ടെൻഷൻ അടിക്കണ്ട. പിന്നെ ആ കൊച്ചിന്റെ കാര്യം പറഞ്ഞ് ഇവിടെ ആരും നമ്മളെ ഭീഷണിപ്പെടുത്താൻ വരില്ല. അതൊക്കെ വേണ്ട രീതിക്ക് ഞാൻ കൈകാര്യം ചെയ്തോളാം, ആർക്കും സംശയമാകാത്ത രീതിയിൽ. എന്തായാലും അമ്മ ഇക്കാര്യം ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കേണ്ട. നവ്യക്കത് സംശയമാകും. ഇത്രയൊക്കെ നമ്മളെ വേദനിപ്പിച്ചിട്ട് അവർ മാത്രം അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ പാടില്ലല്ലോ. അവർക്കിട്ട് നല്ലൊരു പണി വരുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഗൾഫിൽ നിന്ന് ഒരു കോളിങ് വരും. അമ്മ സന്തോഷിക്കാൻ റെഡിയായിട്ടിരുന്നോ എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ നമ്മുടെ അബി. അപ്പോഴും ജലജയ്ക്ക് ആകെ വിഷമം തന്നെയാണ് കേട്ടോ. കുറച്ച് മുമ്പ് വരെ നാഴേക്ക് 40 വട്ടം ആദർശിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ. ഇനി എങ്ങനെ ആദർശിനെ കുറ്റം പറയും? ഇവരുടെയൊക്കെ മുമ്പിൽ എങ്ങനെ തല ഉയർത്തി നടക്കും എന്നൊക്കെ ഓർത്തിട്ട് എന്നെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. പിന്നെയും അബി പറയുന്നുണ്ട്, ഇത്രയൊക്കെ നമ്മളെ വേദനിപ്പിച്ചതല്ലേ അമ്മേ, അങ്ങനെയൊന്നും അവരെ വെറുതെ വിടുകയില്ല. നവ്യ നമ്മുടെ കൂടെ തന്നെ നിൽക്കും, അമ്മ നോക്കിക്കോ. അവളെ ഞാൻ അത്രത്തോളം ബ്രെയിൻ വാഷ് ചെയ്ത് എൻ്റെ കൂടെ കൂട്ടിയേക്കുവാ. പിന്നെ ഇവിടെ നടക്കുന്നതൊക്കെ അവളും കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ആദർശ് ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പാടില്ല. അതുപോലെ ഒരു ട്രാപ്പിൽ അയാളെ പെടുത്തണം.
ഇനി അതിനുള്ള വഴികളും കൂടി കണ്ടുപിടിക്കണം. അപ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, ഇനി അതും ഇതുപോലെ എന്തെങ്കിലും ആയി പോകുമോ? അല്ല, ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് നമുക്ക് തന്നെ തിരിച്ചടിയായിട്ടല്ലേ കിട്ടുന്നത്. അതുപോലെ ഇതും ആകുമെന്നാണ് ഞാൻ ചോദിച്ചെന്ന് പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഒരിക്കലും അങ്ങനെയൊന്നും ആവില്ല. ഇതിൽ എനിക്കൊരു പങ്കും ഇല്ലമ്മേ. ഇതൊക്കെ വേറെ ആൾക്കാരാ. മൂർത്തിസ് ഗ്രൂപ്പിനോട് നാട്ടിൽ മാത്രമല്ല വിദേശത്തുള്ളവർക്കും നല്ല ശത്രുതയുണ്ട്. അതുകൊണ്ട് അവർ തന്നെ ഇതിൽ മുന്നിട്ട് കളിക്കുന്നത്. നമുക്കതിലൊരു റോളുമില്ല. അവിടുത്തെ ജയിലിൽ കിടന്ന് അവൻ നരയിക്കുന്ന കണ്ട് നമുക്കിനി സന്തോഷിക്കാം. ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ സന്തോഷത്തിന് നാളുകളെ വരുന്നൊക്കെ തന്നെ അഭി പറയുന്നുണ്ട്. അപ്പം ജലജ ചോദിക്കുന്നുണ്ട്, എല്ലാം ശരിയാ, പക്ഷേ ആ ചന്തുമോളെന്ന് പറയുന്നവള് ഇതിൽ ഓടിച്ചാടി നടക്കുമ്പോഴേക്ക് എനിക്ക് ഇതാണല്ലോടെ ഓർമ്മ വരുന്നത്. അതിനെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം. അതിന് ഈ വീട്ടിൽ തുടരുന്നത് നമുക്ക് ആപത്താ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ കൊച്ചിൻ്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനം ഉണ്ടാക്കുന്നൊക്കെ തന്നെ ജലജ പറയുക. അപ്പം അഭി പറയുന്നുണ്ട്, അമ്മേ, ഇപ്പം എനിക്കങ്ങനെ ആ കൊച്ചിൻ്റെ കാര്യത്തിൽ അധികം ഇൻവോൾവ് ആകാൻ പറ്റില്ല. കാരണം നവ്യ ഇപ്പം ഏതു നേരം എൻ്റെ കൂടെയുണ്ട്. ഞാൻ എങ്ങോട്ട് പോകുന്നു വരുന്നു എന്നൊക്കെ ഉള്ളത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് അധികം ആ കൊച്ചിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അമ്മയ്ക്കാണ് എന്നെക്കാൾ കൂടുതൽ അവളെ ഇല്ലാതാക്കാൻ ചാൻസ് കിട്ടുന്നത്. അതുകൊണ്ട് അമ്മ കിട്ടുന്ന അവസരമൊക്കെ മുതലാക്കിക്കോണം. ആ കൊച്ചിനെ ഇല്ലാതാക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ നമ്മൾ വിജയിക്കും അമ്മേ. പിന്നെ നമ്മളെ ആരും ചോദ്യം ചെയ്യാനോ മുൾമുനയിൽ നിർത്താനോ വരില്ല. അങ്ങനെ നമുക്ക് വെല്ലുവിളിയായിട്ട് വന്നിരിക്കുന്ന രണ്ടുപേരെയും നമുക്ക് നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ കഴിയുമെന്നൊക്കെ തന്നെ നമ്മുടെ അഭി ആത്മവിശ്വാസത്തോടൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോഴും ജലജയ്ക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ല കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് കണ്ടറിയണം. എന്തായാലും നിന്റെ ഭാര്യ ഈ സത്യങ്ങളൊക്കെ അറിയാതിരിക്കട്ടെ എന്നൊക്കെ തന്നെ നമ്മുടെ ജലജ പറയുകയാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവയാനി ജലജയെ വെറുതെ വിടുന്നില്ല കേട്ടോ. അഭിയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം തുറന്ന് പറയുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ നമ്മുടെ ദേവയാനി ജലജയോട് പറയുന്നുണ്ട്, ഇനി ഞാൻ പറയുന്ന പോലെയൊക്കെ നീ അനുസരിച്ചില്ലെങ്കിൽ എല്ലാ സത്യങ്ങളും ഞാൻ നിന്റെ മരുമകളുടെ മുമ്പിൽ വിളിച്ച് പറയുന്നൊക്കെ. അതുകൊണ്ട് തന്നെ ജലജയ്ക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ ദേവയാനി ജലജയെ വിളിച്ചിട്ട് തന്നെ പറയുന്നുണ്ട് ചന്തുമോളുടെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങൾ. ചന്തുമോൾക്ക് ഫുഡ് വാരി കൊടുക്കാനും അവളെ കുളിപ്പിക്കാനും റെഡിയാക്കാനും ഒരുക്കാനും ഒക്കെ ഇപ്പം നായനമോക്ക് ഇപ്പോൾ സുഖമില്ലാത്തതല്ലേ. അതുകൊണ്ട് ചന്തുമോളുടെ പിന്നാലെ നടന്ന് ഭക്ഷണം വാരി കൊടുക്കാനും ആ കുട്ടിയെ കുളിപ്പിക്കാനൊന്നും ഇപ്പം നയനമോക്ക് കഴിയില്ല. അതുകൊണ്ട് ഇനി മുതൽ ചന്തുമോളുടെ കാര്യങ്ങളെല്ലാം നീ വേണം നോക്കാൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ജലജ ആദ്യമൊക്കെ വിസമ്മതിക്കുന്നുണ്ടെങ്കിലും നിന്റെ മരുമോളുടെ മുമ്പിൽ ചന്തുമോള് ശരിക്കും ആരുടെ കുഞ്ഞാന്നുള്ള കാര്യം വെളിപ്പെടുത്തും എന്നൊക്കെ പറയുമ്പോഴേക്കും അവസാനം നിവർത്തി കേട്ടിട്ട് ജലജ അതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ചന്തുമോളുടെ എല്ലാ കാര്യങ്ങളും ജലജ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ നവ്യ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നവ്യ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പേരിൽ ജലജയോട് ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ സമയത്തും ജലജ അതൊക്കെ ക്ഷമിച്ച് സഹിച്ചൊക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. കാരണം ഈ ഒരു സത്യം ലീക്കൗട്ട് ആയാൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ജലജ അങ്ങനെ ഒരു സംയമനം പാലിച്ച് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ജലജയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഇവളെ ഇല്ലാതാക്കണം എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രം ഉള്ളായിരുന്നു. ഇനി ഇവളുടെ പേരും പറഞ്ഞ് എന്നെയോ എൻ്റെ മോനെയോ ഇവരാരും ഭീഷണിപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ തന്നെയാണ് നമ്മുടെ ജലജ ചിന്തിക്കുന്നത്. അതിനൊരു അവസരം കാത്തിരിക്കാൻ കൂടിയാണ് കേട്ടോ നമ്മുടെ ജലജ. അങ്ങനെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ദേവേനയുടെ ഒക്കെ മുമ്പിൽ ജലജ ചന്തുമോളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കാണുമ്പോഴേക്കും അവർക്കൊരു സന്തോഷമൊക്കെ ആകുന്നുണ്ട്. കാരണം സ്വന്തം കൊച്ചുമോള് തന്നെയല്ലേ. അതുകൊണ്ട് ചന്തുമോളുടെ കാര്യങ്ങളൊക്കെ അവളും കൂടെ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ ദേവേന പറയുന്നത് കേൾക്കുമ്പോഴേക്കും എന്തായാലും നീ അവൾക്ക് കൊടുത്ത ശിക്ഷ നല്ല ശിക്ഷ തന്നെയാണെന്നൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞ് ചിരിക്കുന്നൊക്കെയുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ജലജയ്ക്ക് നല്ല ദേഷ്യമാണ് കേട്ടോ വരുന്നത്. അങ്ങനെ അഭി വരുമ്പോഴേക്കും ജലജ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അഭിയുടെ അടുത്ത് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എല്ലാവരും ഇപ്പം എന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. ചന്തുമോളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണമെന്നാണ് ഇപ്പോൾ ഏട്ടത്തി പറഞ്ഞേക്കുന്നത്. അവൾക്ക് ഭക്ഷണം വാരി കൊടുക്കല്, അവളെ കുളിപ്പിക്കല്, അവളെ കളിപ്പിക്കുന്നതും അവൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. എൻ്റെ ഒരു ഗതികേട് നീ ഓർക്കണേ. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്തായാലും നീ എനിക്ക് നല്ല സമ്മാനമാണ് തന്നതെന്നൊക്കെ അഭിയുടെ നേരെ ചൂടാകുന്നുണ്ട്. ആ സമയത്ത് അഭി നമ്മുടെ ജലജയ്ക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മേ, ഇപ്പം എന്തായാലും ചന്തുമോളുടെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെയല്ലേ നോക്കുന്നത്. അപ്പോൾ പിന്നെ അവളെ ഇല്ലാതാക്കാൻ അമ്മയ്ക്കല്ലേ അമ്മ കൂടുതൽ അവസരം കിട്ടുന്നത്. എന്തായാലും അമ്മ ഒരു കാര്യം ചെയ്യും, നാളെ ചന്തുമോളെ കളിപ്പിക്കാനാണെന്നും പറഞ്ഞ് അമ്മ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. അവിടെ ഇട്ട് പന്ത് തട്ടി കളിക്കണം. അവിടെ അവളുടെ കൂടെ പന്ത് തട്ടി കളിക്കുക എന്നുള്ള രീതിയിലൊക്കെ നിൽക്കണം. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എല്ലാവരുടെയും ശ്രദ്ധയൊക്കെ മാറുമ്പോഴേക്കും ആ പന്ത് അമ്മ സ്വിമ്മിംഗ് പൂളിലേക്ക് തട്ടിയിടണം. നമ്മൾ പത്രത്തിലും വാർത്തയിലും ഒക്കെ കേട്ടിട്ടില്ലേ സ്വിമ്മിംഗ് പൂളിൽ വീണ് ഓരോ കുഞ്ഞുങ്ങൾ മരിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ പന്ത് എടുത്തുകൊണ്ട് വരാൻ അമ്മ അവളോട് തന്നെ പറയണം. അങ്ങനെ പന്തെടുക്കാൻ പോകുന്ന സമയത്ത് ആരും കാണാതെ അമ്മ അവളെ ഒന്ന് തള്ളിയിട്ടാൽ മതി. അല്ലെങ്കിൽ അവിടെ ഇച്ചിരി എണ്ണയോ വെള്ളമോ ഉണ്ടെങ്കിൽ അവൾ കാല് വഴുതി അതിലോട്ട് വീണാലും മതി. എങ്ങനെ ആയാലും അവൾ വെള്ളത്തിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുന്നത് നമുക്ക് കാണാമല്ലോ അമ്മേ. അങ്ങനെയെങ്കിലും ആ മരണം എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ പോട്ടെ എന്നൊക്കെ തന്നെ അഭി പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ജലജയ്ക്കാണെങ്കിലും അത് നല്ലൊരു ഐഡിയ ആയിട്ട് തന്നെ തോന്നുകയാണ്. ജലജ പറയുന്നുണ്ട്, ഇതൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാൻ എൻ്റെ പരമാവധി നോക്കാം. ഈ ഒരു ശല്യം നമ്മുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടത് ഇപ്പം എൻ്റെയും കൂടെ ആവശ്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും ആ വഴിക്കൊന്ന് ചിന്തിച്ച് നോക്കാമെന്നൊക്കെ തന്നെ ജലജ പറയുന്നുണ്ട്.
അങ്ങനെ പിറ്റേ ദിവസം ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകാറായപ്പോഴേക്കും ചന്തുമോളെയും കൂട്ടിയിട്ട് വാ മോളെ മോളെ ഞാൻ കളിപ്പിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വലിയ സ്നേഹമൊക്കെ നടിച്ച് ചന്തുമോളെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ നമ്മുടെ ജലജ. എന്നിട്ട് മുറ്റത്തെ സ്വിമ്മിംഗ് പൂളിന് അടുത്തായിട്ടുള്ള ഗ്രൗണ്ടിൽ ഇന്ന് കളിപ്പിക്കുന്നൊക്കെയുണ്ട്. കുറച്ച് നേരം പന്ത് കളിച്ച് കഴിയുമ്പോഴേക്കും ചന്തുമോള് നല്ല ക്ഷീണിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ദേവയാനിയും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ നോക്കുമ്പോഴാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ചന്തുമോളെ കളിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജ. അപ്പോഴേക്കും ദേവയാനി മുത്തശ്ശനോട് പറയുന്നുണ്ട്, അവളിൽ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇപ്പം അവൾക്ക് ചന്തമോളോട് ചെറിയ സ്നേഹമൊക്കെ ഉണ്ട്. ഇന്ന് അവളെയും കൂട്ടി കളിക്കാൻ കൊണ്ടുപോയത് കണ്ടില്ലേ. ഇനിയിപ്പം ഇത് പതിയെ പതിയെ മാറി വന്നോളൂ വച്ചാ. അല്ലെങ്കിൽ തന്നെ പിള്ളേരുടെ കളിയും ചിരിയും കണ്ട മാറാത്ത മനസ്സുണ്ടോ എന്നൊക്കെ തന്നെ മുത്തശ്ശിയും അപ്പോൾ പറയുന്നുണ്ടെങ്കിലും ജലജയുടെ അബിയുടെ മനസ്സിലെ ദുഷ്ടതരങ്ങളൊന്നും മാറാൻ പോകുന്നില്ല കേട്ടോ. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ചായ ഇട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ദേവേനെ അകത്തോട്ടൊക്കെ കയറി പോവുകയാണ് കേട്ടോ. ആ സമയം മുത്തശ്ശനും മുത്തശ്ശിയും വേറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ മാറിയെന്ന് അറിയുമ്പോഴേക്കും ജലജ മനഃപൂർവ്വം ആ പന്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് തട്ടിയിടുകയാണ്. എന്നിട്ട് ചന്തുമോളോട് തന്നെ ആ പന്ത് എടുത്തുകൊണ്ട് വരാനും പറയുകയാണ്. അങ്ങനെ ചന്തുമോൾ ആ പന്ത് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും തന്നെ അവിടെ ജലജ ഒഴിച്ചിട്ടിരുന്ന ആ വെള്ളത്തിൽ ചവിട്ടിയിട്ട് ചന്തുമോൾ സ്വിമ്മിംഗ് പൂളിലോട്ട് തെന്നി വീഴുകയാണ്. അങ്ങനെ ചന്തുമോൾ വെള്ളത്തിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടയ്ക്കുന്ന കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജ. ഇടയ്ക്ക് എപ്പോഴും മുത്തശ്ശി ചന്തുമോളെ നോക്കാനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വെള്ളത്തിൽ കിടന്ന് കൈയും കാലും ഇട്ടടിക്കുന്ന ചന്തുമോളെയാണ് കാണുന്നത്. അയ്യോ മോളെന്ന് പറഞ്ഞ് മുത്തശ്ശി കിടന്ന് ഒച്ചയൊക്കെയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ അവർ കണ്ടെന്ന് മനസ്സിലാവുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അയ്യോ മോളെ ചന്തുമോളെ, അയ്യോ മോളെ ചന്തുമോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് അഭിനയിക്കുകയാണ്. എന്നിട്ട് അവരെല്ലാവരും കൂടെ ഓടി എത്തുമ്പോഴേക്കും തന്നെ അവിടെ നിന്ന് സെക്യൂരിറ്റി ഓടി വന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടി ചന്തുമോളെ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അയ്യോ മോൾ പന്തെടുക്കാനായിട്ട് വന്നപ്പോഴേക്കും കാല് എഴുതി വീണതാ. എന്നിട്ട് മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ ജലജയുടെ നേർക്ക് ചൂടാകുന്നുണ്ട്. നീ ഇവിടെ എന്ത് നോക്കി നിൽക്കുമായിരുന്നോടി, പന്തെടുക്കാൻ ചന്തുമോളെ ആണോടി നീ പറഞ്ഞു വിട്ടെന്നൊക്കെ തന്നെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അയ്യോ അച്ഛാ ഞാനൊന്നും ചെയ്തതല്ല, പന്ത് തട്ടിയിട്ടപ്പോഴേക്കും അത് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്കാണ് വന്ന് വീണത്. അവളത് എടുക്കാനായിട്ട് പോയപ്പോഴേക്കും കാല് വഴുതി ഇങ്ങാണ്ട് വീണതാ, അല്ലാതെ ഞാൻ പിടിച്ച് തള്ളിയിട്ടതൊന്നും അല്ല. ചന്തുമോളോട് തന്നെ ചോദിച്ചു നോക്കുക, അപ്പം അവൾ പറയുമല്ലോ എന്നൊക്കെ തന്നെ പറയുക കേട്ടോ ജലജ. അപ്പോഴേക്കും ദേവയാനിയും അങ്ങോട്ടേക്ക് ഓടി എത്തുന്നുണ്ട്. ചന്തുമോൾ ആകെ നനഞ്ഞു വിറച്ച് പേടിച്ചിരിക്കുകയാണല്ലോ. പെട്ടെന്ന് തന്നെ മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ദേവയാനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ജലജോട് ദേവയാനി പറയുന്നുണ്ട്, മോള് തന്നെ വീണതാണോ അതോ നീ തള്ളിയിട്ടതാണോ എന്നൊക്കെയുള്ളതേ ഞാൻ വന്നിട്ട് ചോദിച്ചോളാം. എന്തായാലും മോളുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മോനെ വന്ന് ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ദേവയാനി പോകുന്നത്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും ഒക്കെ കൂടിയിട്ട് ചന്തുമോളെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അന്നേരം തന്നെ മുത്തശ്ശി ചന്തുമോളെ കണ്ടുകൊണ്ട് ചന്തുമോളുടെ ജീവൻ എന്തായാലും ആപത്തൊന്നും ഉണ്ടായില്ല. പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ ചന്തുമോൾ മയക്കത്തിൽ കിടക്കുകയാണ്. ആ സമയത്ത് തന്നെ അബി ഇതൊക്കെ അറിഞ്ഞിട്ട് വീട്ടിലോട്ട് എത്തുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, നല്ലൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. അമ്മ തിരിഞ്ഞു നോക്കിയില്ലായിരുന്നെങ്കിൽ അവളുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമായേനെ. അവൾ ആ വെള്ളം കുടിച്ച് അവിടെ പിടഞ്ഞു മരിച്ചേനെ. കറക്റ്റ് അവൾ ആ വെള്ളത്തിലോട്ട് വീഴുകയും അമ്മ തിരിഞ്ഞു നോക്കുകയും ഒന്നിച്ചായിരുന്നു. അമ്മ പെട്ടെന്ന് തന്നെ അലറി വിളിച്ചുകൊണ്ട് എല്ലാവരും ഓടിയെത്തി. പെട്ടെന്ന് അവളെയും തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അതുകൊണ്ട് അവളുടെ ജീവൻ ആപത്തൊന്നും സംഭവിച്ചില്ല. എന്തോ ഭാഗ്യത്തിനാണ് ഞാനും രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ പ്രതിയാക്കിയേനെന്നൊക്കെ തന്നെ ജലജ പറയുക. അപ്പോഴേക്കും അബി പറയുന്നുണ്ട്, നമുക്കൊരവസരം കിട്ടാതിരിക്കുമൊന്നുമില്ലമ്മേ, എപ്പോഴാണെങ്കിലും നമ്മൾ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. എന്തായാലും ഇപ്പം കിട്ടിയ ചാൻസ് നല്ലൊരു ചാൻസ് ആയിരുന്നു, അത് മിസ്സായിപ്പോയി. പോട്ടെ, ഇനി അവസരങ്ങൾ വരുമല്ലോ, എല്ലാവർക്കിട്ടും നല്ല പണി തന്നെ ഞാൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കലിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അബി. എന്തായാലും ചന്തുമോളുടെ ജീവന് ആപത്തൊന്നും ഇല്ലെന്ന് അറിയുമ്പോഴേക്കും എല്ലാവർക്കും ഒരു സമാധാനമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ അവർ ചന്തുമോളെയും കൂട്ടിയിട്ട് തിരിച്ച് വീട്ടിലൊക്കെ എത്തുകയാണ് കേട്ടോ. ആ സമയത്ത് ചന്തുമോളോട് ദേവയാനി ചോദിക്കുന്നുണ്ട്, മോൾ എങ്ങനെയാണ് വെള്ളത്തിലോട്ട് വീണെന്നൊക്കെ തന്നെ ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ മുത്തശ്ശി ഞാനവിടെ വെള്ളം കിടന്നതിൽ ചവിട്ടി അറിയാതെ തെന്നി വീണമെന്നൊക്കെ തന്നെയാണ് കേട്ടോ ചന്തുമോൾ പറയുന്നത്. അത് കേൾക്കുമ്പോഴാണ് ജലജയ്ക്ക് ഒരു ആശ്വാസം ആവുന്നത്. അപ്പോഴേക്കും ജലജ അബിയൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇപ്പം തൽക്കാലത്തേക്ക് എന്തായാലും രക്ഷപ്പെട്ടു, ഇനിയും ഇതുപോലെ തന്നെ പലതും ഇവിടെ സംഭവിക്കും. നിന്നെ ഈ ഭൂമിയിൽ തന്നെ തുടച്ചു മാറ്റാനുള്ള പ്ലാനുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ തന്നെ ഓർത്തുകൊണ്ട് എല്ലാം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ അബിയും ജലജയൊക്കെ കൂടിയിട്ട്. ആദർശൻ്റെ ഒരു അറിയാത്തതിലുള്ളൊരു സങ്കടം നയനയ്ക്കും ദേവയാനിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം കൂടി നടന്നത്. അതിൻ്റെ ഒരു വിഷമത്തിൽ തന്നെ എല്ലാവരും ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കുക.